നെക്സ്റ്റ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് പവർ രണ്ടായിട്ടുള്ള ഇപ്പോൾ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽസ് 0 ഈ ഫോമിലുള്ള ഇക്വേഷൻസിനെയാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ പവറുള്ള ടേമിൻ്റെ പവറാണ് ഇക്വേഷൻ്റെ പവർ. അപ്പോൾ എ എക്സ് സ്ക്വയർ ബി എക്സ് പ്ലസ് സി, ഇതിൽ എ എക്സ് സ്ക്വയർ ഉണ്ടാവണം, എ നോട്ട് ഈക്വൽ ടു 0. എ 0 ആയി കഴിഞ്ഞാൽ ഇക്വേഷൻ്റെ പവർ ലീനിയർ ഇക്വേഷനായി മാറും. അതുകൊണ്ട് എ 0 അല്ല, ബിയും സിയും 0 ആവും. ഇതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോർമുല. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. John and Jeevanti together have 45 marbles. Both of them lost 5 marbles each, and the product of number of marbles they now have is 124. We should like to find out how many marbles they have to start with. അതിനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനായി മാറ്റി എഴുതുക. John and Jeevanti together have 45 marbles. രണ്ടുപേരും കൂടി 45 marbles ഉണ്ട്. Both of them lost 5 marbles each, and the product of the number of marbles they now have is 24. അപ്പോൾ let number of marbles of John is x. അത് x ആയിട്ട് എടുക്കുക. ഇതിലൊക്കെ ഒരൊറ്റ വേരിയബിൾ ഉണ്ടാവുള്ളൂ, x. Number of marbles of Jeevanti is 45 minus x. Total 45 marbles ആണ്. അതിൽ നിന്ന് x ജോണിനാണെങ്കിൽ ബാക്കി 45 മൈനസ് x. ഇനി the product of the number of marbles they now have is 124. Product x into 45 minus x equals 120. ഇതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ 45x മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽസ് 124. ഈ ഫോമിലേക്ക് കൊണ്ടുവന്നു. മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 45x 124 ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക, മൈനസ് 124 ഈക്വൽസ് 0. ഈ നെഗറ്റീവ് ഒഴിവാക്കാൻ വേണ്ടി മൊത്തം നെഗറ്റീവ് ആകും. അതിൽ മൊത്തം നെഗറ്റീവ് കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 45x പ്ലസ് 124 ഈസ് ഈക്വൽ ടു 0. ഇതാണ് ഇപ്പോൾ ഈ പറഞ്ഞേക്കണ ഇതിനെക്കുറിച്ച് ഉള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇത് സോൾവ് ചെയ്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതാണ് സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ എൻ്റെ ഇക്വേഷൻ ഇതാണ്. ഇത് തന്നെ a cottage industry produces a certain number of toys in a day. The cost of production of each toy was found to be 55 minutes minus the number of toys produced in a day. 55 minus. On a particular day, the total cost of production was rupees 750. We should find out the number of toys produced on that day. ഇതിനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനായിട്ട് മാറ്റണം. അപ്പോൾ number of marbles, number of toys produced on that particular day. Number of toys produced on that particular day dx. ആ ഡേയിൽ ഉണ്ടാക്കിയ മാർബിൾസിൻ്റെ എണ്ണം, ടോയ്സിൻ്റെ എണ്ണം എക്സ് ആണല്ലേ, എക്സ്.
Therefore, the cost of production of each by that day. അവിടെ പറഞ്ഞേക്കണേ the cost of production of each toy was found to 55 minus the number of toys produced in that day. അപ്പോൾ 55 minus 55 minus x. minus x ആണ്. The total cost of production was rupees 750. അപ്പോൾ x into 55 minus x ഇത് 750. ഇതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. 55 into x 55x minus x square equals 750. അത് ആദ്യം എഴുതി. മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 55x 750 ഇപ്പുറത്തേക്ക് കൊടുക്കുന്നു. മൈനസ് 750 is equal to 0. ഈ മൈനസ് ഒഴിവാക്കാൻ വേണ്ടി എല്ലാത്തിനും മൈനസ് ഒന്നും കൂടിച്ചു. എക്സ് സ്ക്വയർ മൈനസ് 55x പ്ലസ് 750 is equal to 0. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ രണ്ടാമത് രണ്ട് ഇക്വേഷൻ. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ സൊല്യൂഷൻ, അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. അതിൻ്റെ എക്സിൻ്റെ വില കാണും. ഇനി ഒരു എക്സസൈസ് തന്നിട്ടുള്ളത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ എന്ന് കണ്ടുപിടിക്കുക. ചെക്ക് വെദർ ദ ഫോളോയിങ് ഇക്വേഷൻസ് the following equations are quadratic equations. One, x minus 2 whole square plus x plus 1 whole square is equal to x plus 1 whole square is equal to x plus 1 whole square equals 2 into x minus 3. X plus 1 whole square, x square plus 2x plus 1 equals 2x minus 6. എല്ലാത്തിനും ഒരു വഴിക്ക് കൊണ്ടുവരിക. x square plus 2x minus 2x plus 1 plus 6 equals 0. x square 2x ഉം 2x ഉം പോയി. പ്ലസ് 7 ഈസ് ഈക്വൽ ടു 0. എക്സ് സ്ക്വയർ ഉണ്ട്. ബിയും 0 ആണ്, സി 7 ആണ്. എക്സ് സ്ക്വയർ പ്ലസ് പി എക്സ് പ്ലസ് സി ഈസ് ഈക്വൽ ടു 0 ആയിരുന്നു. എ 0 അല്ല. അപ്പോൾ ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. അത് എക്സ് സ്ക്വയർ ടൈം ഉണ്ട്. ഇനി രണ്ടാമത്തെ എക്സ് സ്ക്വയർ മൈനസ് 2x equals
minus 2 into 3 minus 2x. X square minus 2x equals minus 6 plus 2x. X square minus 2x minus 2x plus 6 is equal to 0. X square minus 4x plus 6 is equal to 0. A 0 അല്ല, ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇനി അടുത്തത് x minus 2 into x plus 1 equals x minus 1 into x plus 3. X into x minus 2 into x plus 1, x square plus ഇവയുടെ sum 1 minus 2 minus x, then product minus 2 അല്ലേ. x plus a into x plus b എന്ന് പറഞ്ഞാൽ x square plus a plus b x plus ab. എയുടെ സ്ഥാനത്ത് മൈനസ് 2, ബിയുടെ സ്ഥാനത്ത് പ്ലസ് 1. അപ്പോൾ a plus b sum minus 1x. Product minus 2 into 1 minus 2. Minus 2. X square minus x minus 2. Either x square minus 1 plus 3 2. But 2x minus 3. X square boy minus x minus 2 minus 2x plus 3 equals 0. Minus x or minus 3x plus 1 is equal to 2. Where b minus 3, c 1, a 0. x square ടൈം ഇല്ല, അപ്പോൾ ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല. ഇനി x minus 3 into 2x plus 1. x minus 3 into 2x plus 1 equals x into x plus y. X into 2x square. X into plus 1 plus x. Minus 3 into 2x minus 6x. Minus 3 into 1 minus 3. X into x square. X into 5x. അങ്ങോട്ട് കൊണ്ടുവന്നാൽ 2x square minus x square. x square ഇവിടെ minus x square ആവും. Plus x minus 6x minus 5x minus 3 equals 0. 2x square minus x square x x minus 6x minus 6 minus 5 minus 11 plus x minus 10x minus 3 equals 0. Quadratic equation. X square ഉണ്ട്, a 0 അല്ല, b minus 10 c minus 3. അടുത്തത് x square plus 3x plus 1. X square plus 3x plus 1 equals x minus 2 whole square. X square plus 3x plus 1 equals x square minus 4x plus 4. X square 3x plus 4x minus 4x ഇപ്പോൾ വരുമ്പോൾ plus 4x plus 1 minus 4 is equal to 0. 7x minus 3 equals 0. x square ടൈം ഇല്ല, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല. നെക്സ്റ്റ് x plus 2 whole cube equals 2x into x square minus 1. X plus 2 whole cube x cube plus 3 x square into 2 plus 3x into 2 square plus 2 cube. A plus b whole cube. ആ ഫോർമുല
a cube plus 3a square b plus 3ab square plus b cube. അപ്പോൾ x cube 3a square b, x square into b 2, 3ab square 3x into 2 square plus 2 cube equals 2x cube minus 2x, x cube plus 6x square plus 12x plus 8 equals 2x cube minus 2x. Minus 2x cube plus x cube plus 6x square plus 12x plus 2x. This plus 2x over plus 8 is equal to minus 2x square x cube minus x cube plus 6x square plus 12x and 2x 14x plus 8 is equal to ഇത് ക്വാഡ്രാറ്റിക് അല്ല, പവർ 3 ആണ്. അപ്പോൾ തേർഡ് ഡിഗ്രി ഇക്വേഷൻ ക്വാഡ്രാറ്റിക് അല്ല. ഈ അടുത്ത x cube minus 4x square minus x plus 1 equals x minus 2 whole cube, x minus 2 whole cube, x cube minus 4x square minus x plus 1 equals x cube minus 3a minus 3. ഇതിപ്പോൾ a minus b whole cube ഇല്ലേ, a minus b whole cube എന്ന് പറഞ്ഞാൽ a cube ഓൾട്ടർനേറ്റ് ആയിട്ട് മൈനസ് 3a square b plus 3ab square plus minus b cube. ഇവിടെ x cube minus 3x square into 2 plus 3x into 2 square minus 2 cube, x cube minus 4x square minus x plus 1, x cube minus 3 into 2 6, 6x square plus 2 into 2 square 4, 12x minus 8, x cube പോയി, എല്ലാം ഇങ്ങോട്ട് എടുത്താൽ 6x square minus 4x square minus x minus 12x plus 1 plus 8 equals 0. 6x square and 4x square add 2x square minus x minus 12x plus 9 is equal to a 21 minus x minus 12x minus 13x ആക്കാം, minus 13x, b minus 13, c 9. അപ്പോൾ ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സ്ക്വയർ ഉണ്ട്.
അടുത്തത് represent the following situations in the form of quadratic equation. Situation and quadratic equation ആയിട്ട് മാറ്റാം. The area of a rectangular plot is 528 centimeters cube, meter square. The length of the plot is one more than the twice the breadth. We need to find the length and the breadth of the plot. അപ്പോൾ ബ്രെഡ്ത്തിൻ്റെ അടിസ്ഥാനമാക്കിയാണ് പറയുന്നത്. The area of the rectangular plot is 528 meters square. Length of the plot is one more than twice its breadth. Let breadth is x. Let breadth is x. Then length. Length is one more than twice its breadth. So 2x plus 1. X into 2x plus 1 equals 528. That's it. ഇതിനെ ആ ഫോമിലേക്ക് കൊണ്ടുവരാം. 2x square plus x equals 528 or 2x square plus x minus 528 is equal to 0. ഇപ്പോൾ ക്വാഡ്രാറ്റിക് ഫോമിലായി. ഇനി the product of two consecutive positive integers is 306. We need to find the integers. Two consecutive positive integers. Let integers are x and x plus 1. X into x plus 1 equals 306. രണ്ട് കൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ പ്രോഡക്റ്റ് 306 ആണ്. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഈക്വൽസ് 306. Therefore, x square plus x minus 306 is equal to 0. ഇനി Rohan's mother is Rohan's mother is 26 years older than him. The product of their ages 3 years from now will be 360. We should like to find Rohan's present age. Rohan's age 26. Rohan's age 26 മകറിന് കൂടുതലാണ്. Now, product of their ages 3 years from now will be after 3 years. Their product will be 360. So let Rohan's age is x. Mother's age is 26 plus x. After 3 years. After 3 years. Rohan is x plus 3 years old. After 3 years, mother is 26 plus x plus 3 is equal to 29 plus x years old. ആ പ്രൊഡക്റ്റ് ആണ്, അത് രണ്ടും തമ്മിലുള്ള പ്രൊഡക്റ്റ് 360 ആണ്. അതാണ് ഇപ്പോൾ x plus 3 into x plus 29 is equal to 360. X square
plus 32x plus 87 is equal to 360. X square plus a plus bx into ab ആ ഒരു ഫോർമുല ഉപയോഗിക്കാം. എല്ലാവരും ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ x square plus 32x plus 87 minus 360 is equal to 0. Equation ആക്കിയാൽ x square plus 32x minus 360 നിന്ന് 87 കുറയ്ക്കണം. 273 is equal to 0. ഇതാണ് ഇക്വേഷൻ. x square plus 32x minus 273 is equal to 0. ഇനി a train travels a distance 480 km at uniform speed. If the speed has been 8 km per hour less, then it should have taken 3 hours more to cover the same distance. We need to find the speed of the train. Distance is same. Let speed of the train is x. Let speed of the train is x. X. Time taken by the train to cover 480 kilometers is equal to 480 by x. Distance by speed is equal to 10. If the speed is 8 km per hour less, it should become x minus 8. If speed is 8 km less, it will be x minus 8. Then time. (480 by x minus 8). ഡിസ്റ്റൻസിനെ പിന്നെ ചെയ്തുകൊണ്ട് ഈ ഡിഫറൻസ് it should have taken 3 hours more to cover the same distance. അപ്പോൾ ഈ ഡിഫറൻസ് 480 by x minus 8 minus time taken 480 divided by x minus 8 equals 480x plus 3. 8 കിലോമീറ്റർ ലെസ് ആണെങ്കിൽ സ്പീഡ് 8 കിലോമീറ്റർ പെർ അവർ ലെസ് ആണെങ്കിൽ ടൈം സ്പീഡ് എക്സ് മൈനസ് 8 ആണെങ്കിൽ 8 കിലോമീറ്റർ സ്പീഡ് എക്സ് മൈനസ് 8 ആണെങ്കിൽ ടൈം ടേക്കൺ 480 by x minus 8. ഈ 480 by x minus 8 എന്ന് പറഞ്ഞാൽ ആദ്യമുള്ള യഥാർത്ഥ ടൈമിനേക്കാളും 3 മണിക്കൂർ കൂടുതലായിരിക്കും. അപ്പോൾ 480 by x എന്ന് പറഞ്ഞാൽ എക്സ് സ്പീഡിൽ പോയാലുള്ള ടൈമാണ്. എക്സ് മൈനസ് 8 ആണെങ്കിൽ 480 by x minus 8 ആയിരിക്കും. അത് ആദ്യത്തെ 480 by x-നേക്കാളും 3 കൂടും. അപ്പോൾ ഇക്വേഷൻ ഇതാണ് 480 by x minus 8 ഈക്വൽസ് 480 by x plus 3. 480 കൊണ്ട് ഗുണിക്കുക. 480 പുറത്ത് 480 1 by x minus 8 ഇതിങ്ങോട്ട് എടുക്കുക. 480 by x minus 8 minus 480 by x equals 3.
480 പുറത്ത് 1 by x minus 8 minus 1 by x equals 3. രണ്ട് സൈഡ് 480 കൊണ്ട് ഗുണിക്കുക. 1 by x minus 8 minus 1 by x equals 3 by 480. X into 1 x minus 8 into 1 minus x minus 8 by x into x minus 8 equals 3 by 480 equals 1 by 160. ഇത് x minus x plus 8 by x square minus 8x equals 1 by 160. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഇത് പോയി 160 into 8 equals x square into x square minus 8x into 1. 160 into numerator, 1 into ഇതിൻ്റെ denominator, 1 into x square minus 8x. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 into 160 into 8 1 into x square minus 8x. One 1280 is equal to x square minus 8x. ഇനി അങ്ങോട്ട് കൊണ്ടുപോകാം. 0 is equal to x square minus 8x minus 1280. എന്നിട്ട് മൊത്തം കൊണ്ട് മാറ്റാം. x square minus 8x minus 1280 is equal to 0. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഇത്രയും പേർക്ക് ഇതുവരെ ഇക്വേഷൻസ് ഉണ്ടാക്കാൻ പറ്റും. ഇനി സൊല്യൂഷൻ. ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ആൻസർ കിട്ടും, എക്സിൻ്റെ വാല്യൂ കിട്ടും. അതാണ് സൊല്യൂഷൻ. ഇപ്പോൾ എക്സാമ്പിൾ, find the roots of the following quadratic equations by factorization. ആദ്യം ഫാക്ടറൈസ് ചെയ്യും. അത് ഞാൻ മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യാം. x square minus x square minus 3x minus 10. x square minus 3x minus 10 is equal to equation. ഇനി ഇതിനെ സോൾവ് ചെയ്യാം. സൊല്യൂഷൻ എക്സിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്യാം. രണ്ട് ഫാക്ടറൈസ് ആയിട്ട് പിടിക്കുക. അതിന് മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യണം. ഇവിടെ മൈനസ് 5x പ്ലസ് 2x minus 10 is equal to. ഇതിനെ മൈനസ് 5x 2x എടുത്തിരിക്കുക. കാരണം രണ്ടെണ്ണമായിട്ട് തിരിക്കാൻ വേണ്ടിയാണ്. ഇവിടെ ഒരു കോമൺ ഉണ്ടാവണം, ഇവിടെ ഒരു കോമൺ ഉണ്ടാവും. അപ്പോൾ x square minus 5x x കോമൺ, x minus 5 പ്ലസ് ഇവിടെ 2 കോമൺ ആണ്, x minus 5 equals 0. രണ്ടിടത്ത് x minus 5 വരണം. അതിനാണ് ഈ മൈനസ് 5x 2x എടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂട്ടിയാൽ
ഈ -3 കിട്ടണം. എക്സ് ഈ സ്പ്ലിറ്റ് ചെയ്യുന്ന രണ്ടെണ്ണത്തിൻ്റെയും കോഎഫിഷ്യൻ്റ് കൂട്ടിയാൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് കിട്ടണം. പ്രോഡക്റ്റ് ആയിരിക്കണം ഇത്. അപ്പോൾ -5 × 2 -10, -5 + 2 -3, അങ്ങനെ രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അങ്ങനെ എഴുതാൻ കൃത്യമായിട്ട് വരും. ഇനി x - 5 പൊതുവായിട്ട് കിട്ടും. x + 2 = 0. x - 5 = 0, x + 2 = 0. രണ്ട് സംഖ്യകളിൽ ഗുണിച്ചാൽ 0 കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒന്ന് 0 ആവും. 0യെ ഒരു സംഖ്യ ഗുണിച്ചാൽ മാത്രമേ 0 കിട്ടുള്ളൂ. അല്ലാണ്ട് ഏത് സംഖ്യ ഒന്ന് ഗുണിച്ചാലും 0 കിട്ടും. അപ്പോൾ അങ്ങനെ x - 5 0 ആയിരിക്കണം, അല്ലെങ്കിൽ x + 2 0 ആണ്. x - 5 0 ആണെങ്കിൽ x 5 ആയിരിക്കണം, x + 2 0 ആണെങ്കിൽ x - 2 ആയിരിക്കണം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ആണ് ഒന്നെങ്കിൽ 5 അല്ലെങ്കിൽ -2. ശരിയല്ല. 5 ആണെങ്കിൽ 25 - 75 - 10 = 0. x² 25 -50 - 10 = 0 അല്ലേ? കറക്റ്റാണ്. ഇനി -2 ആണെങ്കിൽ -2² 4, -3 × -2 + 6 + 10 = 0. അപ്പോൾ 0. അപ്പോൾ അത് വെരിഫൈ ചെയ്യും. ഇനി നെക്സ്റ്റ് (2x² + x - 6). 2x² + x - 6 is equal to 2x² + x - 6 is equal to 0. ഇവിടെ പ്രോഡക്റ്റ് -6, സം 1. ഒരെണ്ണം മൈനസും ഒരെണ്ണം പ്ലസും ആണ്. അപ്പോൾ 2x² + 3x - 2x - 6 is equal to 0. 2 × 3 6, ടോട്ടൽ 1. അപ്പോൾ +3x -2x എടുത്തിരിക്കുക. ഇവിടെ കോമൺ കിട്ടി. +4x -x എടുത്തിരിക്കുക, -3x. എന്നാൽ ഇവിടെ കോമൺ വരും 4x - 3. അപ്പോൾ ഇവിടെ 2x കോമൺ എടുത്തു. x + 2 -3x + 2 = 0. 2x × x + 2 -x × x + 2. x + 2 കോമൺ എടുക്കുക. 2x - 3 = 0. x + 2 is equal to 0, or 2x - 3 = 0. x + 2 0 ആണെങ്കിൽ x - 2, 2x + -3 0 ആണെങ്കിൽ 2x 3 ആവും, x 3/2. എക്സിൻ്റെ വാല്യൂ ആണ് ഒന്നെങ്കിൽ -2 അല്ലെങ്കിൽ 3/2. Next, √2x² + 7x + 5√. So √2x² + 7x സ്പ്ലിറ്റ് ചെയ്യും. 2x + 5x, 2x + 5x + 5√. ഇവിടെ കോമൺ ഉണ്ടാവണം, ഇവിടെ കോമൺ ഉണ്ടാവണം, അത് രണ്ടിലൊരു കോമൺ വേണം. ഇവിടെ √2x കോമൺ എടുത്തു. അപ്പോൾ √2x പ്ലസ് x പ്ലസ്
ഇവിടെ റൂട്ട് ടു എക്സ് ഇൻറ്റു എക്സ് റൂട്ട് ടു എക്സ് ഇൻറ്റു റൂട്ട് ടു എക്സ് ഇവിടെ റൂട്ട് ടു എക്സ് ഇൻറ്റു എക്സ് പ്ലസ് റൂട്ട് പ്ലസ് 5 ഉണ്ട് എക്സ് പ്ലസ് റൂട്ട് അവിടെ വരും ഈക്വൽസ് ആ എക്സ് പ്ലസ് റൂട്ട് രണ്ടിലും പോകുമായിട്ട് എക്സ് പ്ലസ് റൂട്ട് കോമൺ ആയിട്ട് എടുക്കും റൂട്ട് ടു എക്സ് പ്ലസ് 5 ഈക്വൽസ് 0. x plus root 2 equals 0. root 2x plus 5 equals 0. അപ്പോൾ x minus root 2 root 2x minus 5. അപ്പോൾ x minus 5 by root. ഇത് രണ്ടുമാണ് സൊല്യൂഷൻ എക്സിന്റെ വാല്യൂ. നെക്സ്റ്റ് ടു എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1/8 ഈസ് ഈക്വൽ ടു ഈ ഡിനോമിനേറ്റർ 8 ഒഴിവാക്കാൻ വേണ്ടി എല്ലാത്തിനും 8 കൊണ്ട് ഗുണിക്കുക. മൾട്ടിപ്ലൈ ഓൾ ബൈ 8. അപ്പോൾ 16x സ്ക്വയർ മൈനസ് 8x പ്ലസ് 1 ഈസ് ഈക്വൽ ടു 16x സ്ക്വയർ 8xനെ സ്പ്ലിറ്റ് ചെയ്യുക മൈനസ് 4x പ്ലസ് 1 minus 4x minus 4x. ഇവിടെ കോമൺ 4x കോമൺ 4x മൈനസ് 1. ഇവിടെ 4x മൈനസ് 1 അല്ലെങ്കിൽ മൈനസ് 1 കോമൺ എടുത്താണ് 4x മൈനസ് 1 ഈക്വൽസ് മൈനസ് 4x പ്ലസ് 1. 4x മൈനസ് 1 കോമൺ എടുത്താൽ 4x മൈനസ് 1 ഈക്വൽസ് 4x മൈനസ് 1 4x മൈനസ് 1 4x minus 1 0 4x minus 1 0 4x equals 1 4x equals 1 x is equal to 1/4 x is equal to 1/4 x ന് ഒരേ ഒരു വാല്യൂ റിപ്പീറ്റ് ചെയ്യാം 1/4. നെക്സ്റ്റ് 100x square minus 20x plus 1 is equal. $100x square minus 10x plus 1 minus 10x minus 10x 10x common 10x minus 1 പിന്നെ 10x minus 1 ആണെങ്കിൽ minus 1 കോമൺ എടുക്കാം 10x minus 1 സോ അവിടെ 10x കിട്ടും എൻ്റെ അടുത്തേക്ക് കാരണം ഇവിടെ അത് കോമൺ ആയിട്ട് വരുന്നതാണ് 10x minus 1 കോമൺ 10x minus 1 equals 0. $10x minus 1 equals 0. 10x minus 1 equal to 0. 10x equal to 1. Here 10x equal to 1. X is equal to 1/10. X is equal to 1/10. Repeat here. Same way. 1/10. Okay. Solve the problems given in example. First example. ആദ്യത്തെ എക്സാമ്പിൾ കൊടുത്തതിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാം. അപ്പോൾ ജോൺ ആൻഡ് ജീവന്തിയുടെ ഇതാണ് ആദ്യം നമ്മൾ ചെയ്തത്. അതിൻ്റെ പ്രോബ്ലം മാത്രമേ കിട്ടി, ഇക്വേഷൻ മാത്രം. അതിൻ്റെ ഇക്വേഷൻ ഏതായിരുന്നു?
ആദ്യം കിട്ടിയ ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് 45x പ്ലസ് 324 ഈസ് ഈക്വൽ ടു 0. ഈ ഇക്വേഷനാണ് കിട്ടിയത്. നെ രണ്ടെണ്ണായിട്ട് തിരിക്കുക. -9x minus 36x plus 324 equal to 0. x പുറത്തെടുക്കും. x minus 9 ഇവിടെ -36 പുറത്തെടുത്താൽ x minus 9 equals 0. 36 324 ആണ്. x minus 9 common. x minus 36 equals 0. Therefore, x minus 9 is equal to 0. X minus 36 is equal to 0. X is equal to 9 or x is equal to 36. So, answer number of marbles of John is, if number of marbles of John is 99, number of marbles of John is 36. If number of marbles of John is 36, then that of John is 9. Then all over now. ഇനി അടുത്ത് a cottage industry. കോട്ടേജ് ഇൻഡസ്ട്രിയിൽ കിട്ടിയത് എക്സ് സ്ക്വയർ മൈനസ് 55x x square minus 55x plus 750 is equal to x square minus 55x ने स्प्लिट किया 25x minus 30x plus 750 is equal to 0. X common എടുത്താൽ x minus 25. ഇവിടെ minus 30 എടുത്താൽ x minus 25. 30 into 25 equals 0. X minus 25 into x minus 30 is equal to 0. X is equal to 25. And x minus 25 equal to 0. X minus 30 equals 0. X is equal to 25 or x is equal to 30. The number of toys 25 or 30. ഇനി അടുത്ത എക്സാമ്പിൾ ഫൈൻഡ് ടു നമ്പേഴ്സ് find two numbers whose sum is 27 and the product is 180. Find two numbers whose sum is 27 and product is 180. Sum 27, product 180. So let one number is x, other is 27 minus x. X into 27 minus x is equal to 180. Got it? 27x minus x square is equal to 180. Minus x square plus 27x minus 182 is equal to 0. here positive ആണ്. ഈ ആദ്യത്തെ പോസിറ്റീവ് ആണ്. മൊത്തം നെഗറ്റീവ് ആണെന്ന് വിളിക്കുക. x square minus
27x plus 182 is equal to 0. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യണം. ഗുണിച്ചാൽ 182, കൂട്ടിയാൽ -2. ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ കോയഫിഷ്യൻ 1 ആണെങ്കിൽ അങ്ങനെ നോക്കിയാൽ ഗുണിച്ചാൽ പ്രോഡക്റ്റ് 182 സം -27. മൈനസ് 13x പ്ലസ് -14x. ആദ്യം 14x മൈനസ് 13x പ്ലസ് 182 is equal to 0. കാരണം 13 180 കഴിക്കാൻ പറ്റും. എക്സ് സ്ക്വയർ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 14 മൈനസ് 13 ഇൻറ്റു എക്സ് മൈനസ് 14 ഈക്വൽസ് 0. 14 ആദ്യം എടുത്താലും കുഴപ്പമില്ല. എക്സ് മൈനസ് 14 ആദ്യം വരുന്നുണ്ട്. 13 ഇൻറ്റു 14 182 ആണ്. x minus 14 common. X minus 14 common. X minus 14 into x minus 13 is equal to 0. X is equal to x minus 14 0. X minus 13 0. X is equal to 14 or x is equal to 13. The numbers are 30. First number is 30, second number is 40. First number is 40, second number is 30. The number is 13 and 40. Next, find two consecutive positive integers. Sum of square is 360. For consecutive positive integers. X ഒന്ന് എക്സ് അടുത്ത എക്സ് പ്ലസ് 1. പോസിറ്റീവ് ഇൻറ്റീരിയേഴ്സ് തമ്മിൽ ഡിഫറൻസ് 1 അല്ലേ. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 അവയുടെ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 360. ഇതാണ് ഇക്വേഷൻ. ഇനി ഇതിനെ എ സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഉണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് x plus 1 square x square plus 2x plus 1 equal 365. But 2x square plus 2x plus 1 equals 365. 2x square plus 2x plus 1 minus 365 equals 0. 2x square plus 2x minus 364 equals 0. ഇത് ചെറുതാണ്. രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 182 ഈക്വൽസ് 0. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യണം. നേരത്തെ ചെയ്താണ് 14 into 13 182. അപ്പോൾ x square plus 14x minus 13x minus 182 is equal to 0. X common എടുത്തു x plus 14 minus 13 common എടുത്താൽ x plus 14 equals 0. x plus 14 common എടുത്തു x minus 13 equals 0. x plus 14 equals 0, x minus 13 equals 0. X is equal to minus 14, x is equal to 13. പറഞ്ഞാൽ പോസിറ്റീവ് ഇൻറ്റീരിയേഴ്സ്. അപ്പോൾ ഇതിനെ ഒഴിവാക്കും. സിൻസ് ദേ ആർ പോസിറ്റീവ് ഇൻറ്റീരിയേഴ്സ് ആർ 13 ആൻഡ് ലെങ്ത് 14. അപ്പോൾ ഇൻറ്റീരിയർ 13 എടുക്കാൻ പറ്റും. ഇത് എടുക്കാൻ പാടില്ല, കാരണം ഇത് നെഗറ്റീവാണ്. പോസിറ്റീവ് ഇൻറ്റീരിയർ പറയുന്നുണ്ട്.
Next, the altitude of a right triangle is 7 centimeters. Altitude of a right triangle is 7 centimeters. Less than its base. Altitude of a right triangle is 7 centimeters less than its base. If hypotenuse is 13 centimeters, find the other two sides. Find the other two sides. 4. 7 centimeters less than the base. Then according to the base, the altitude is decided according to the base. So let base is x. Then altitude x minus 7. 7 centimeters thus. Altitude square plus base square plus altitude square is equal to hypotenuse square. X square plus x square minus 14x plus 49 is equal to 169. That means 2x square minus 14x plus 49 minus 169 is equal to 2x square minus 14x plus or minus 120 is equal to 0. Find its half. The equation can be changed by dividing all by 2. X square minus 7x minus 60 is equal to 0. Five ways. X square minus 12x plus 5x minus 60 is equal to minus x is split into minus 12 and 5. X into x minus 12 plus 5 into x minus 12. 12 minus 12 5 എടുത്തത് ഈ x minus 12 പൊതുവായിട്ട് കിട്ടാൻ വേണ്ടി. Then x minus 12 common എടുത്തു x plus 5 equals to x minus 12 is equal to 0, x plus 5 equal to 0. X is equal to 12 or x is equal to minus 5. Since this is a measurement, negative 5 is not possible. So x base 12. Then altitude 12 minus 7, 5. Hypotenuse 12. 12 square plus 5 square, 13 square. Next, a cottage industry produces a certain number of pottery articles in a day. On a particular day, the cost of production of each article was twice the number of articles provided on the day. If the total cost of production on the day was 90, find the number of articles produced and the cost of each article. Let number of articles be x.
number of articles. Let number of articles x, cost of production of each article. Production of each article is 3 more than twice. But 2x plus 3 more than twice. Twice the number of articles. Number of articles x, cost of product of articles 2x plus 3. Production. Cost of production. Total cost. Total cost of production. X into 2x plus 3. Which is equal to 9. This is the equation. That means 2x square plus 3x minus 90 is equal to 0. 2x square plus 15x minus 12x minus 90 is equal to 0. 3x is divided into minus 15 minus 12x. X into 2x plus 15 minus 6 into 2x plus 15 equals 0. 2x plus 15 common become x minus 6. So 2x plus 15 is equal to 0, x minus 6 is equal to 0. 2x is equal to minus 15. X is equal to 6. This is minus, avoid it. X is equal to 6. Therefore, number of articles is 6. Cost, number of articles is 6. Cost 2 into 6 plus 3. 12 plus 3 is equal to 50. Now to homework. Homework. 1. The sum of two numbers. The sum of two numbers is 40. We need to find out the numbers if the sum of their reciprocals is 2 by 5. Represent a quadratic equation. Satisfying the above. ഇതിനെ സൂചിപ്പിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ മാത്രം സോൾവ് ചെയ്യണം. ഇനി ഫൈൻഡ് ഔട്ട് the rules of the following.
Find out the roots of the following. 1. X square minus 3x minus 10 is equal to 0. X square minus 3x minus 10 is equal to 2. 2x square plus x minus 6 is equal to 0. 3. Root 2x square plus 7x plus 5 root 2 equal to 0. X square minus 3x minus 10 is 0. 2x square plus x minus 6 is equal to 0. Root 2x square plus 7x plus 5 root 2 equal to 0. These are the homework. Homework ചെയ്യാം.